രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിലേക്ക് എത്തുകയാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തിങ്കളാഴ്ച ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഡൽഹി, ജമ്മുകശ്മീർ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യോജിപ്പിക്കുന്നതിനുള്ള മറ്റൊരു ബില്ലും അവതരിപ്പിക്കും. ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു BJP സർക്കാരിന്റെ അധികാരത്തിലേറിയാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആ വാഗ്ദാനം പാലിക്കുന്ന അല്ലെങ്കിൽ ആ വാക്ക് പാലിക്കുകയാണ് BJP സർക്കാർ എന്ന് പറയേണ്ടി വരും അല്ലേ? ദേവിക, രാജ്യം കുറച്ചധികം കാലമായി സജീവ ചർച്ചാ വിഷയമാക്കുന്ന ഒരു കാര്യമാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഒപ്പം ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ BJPയുടെ പ്രഖ്യാപിത നിലപാട്, മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BJP ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് രാജ്യത്ത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയം, ആശയം നടപ്പിലാക്കും എന്നുള്ളത്. അതിന് ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പിലേക്ക് രാജ്യം കടക്കുന്നു. രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ല് എത്തുകയാണ്. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി അർജുൻ റാം മേഘ്വാൾ തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകളാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുക. ഒന്ന്, ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയം നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല്. ഒപ്പം ദ ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറി ആക്ട് 1963 ആക്ട്, ഒപ്പം ദ ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്ട് 1991, ദ ജമ്മു ആൻഡ് കശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019. ഇത്രയും നിയമങ്ങൾ, കാരണം ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ലോക്സഭ, സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താൻ, ആദ്യഘട്ടത്തിൽ ഇത്രയും തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് മോദി സർക്കാർ രൂപം നൽകിയിരുന്നു. ആ കമ്മിറ്റി വിശദമായ പഠനം, പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം, വിദഗ്ധർ, നിയമവിദഗ്ധരും ഒപ്പം രാഷ്ട്രീയത്തിലെ നിരീക്ഷകർ അവരെല്ലാമായി കൂടിയാലോചനകൾ നടത്തി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ ഈ ഒരു ആശയം രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ കൊണ്ടുവരേണ്ടതുണ്ട്, ഭരണഘടനാ ഭേദഗതി എത്രത്തോളം വരുത്തേണ്ടതുണ്ട്, ക്രമീകരണങ്ങളുടെ നിയമസാധുത എത്രത്തോളമാണ്, ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനയും പഠനവും നടത്തുകയും ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് അംഗീകാരം നൽകി. അതായത് രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പായി നടത്തുന്നതിന്, ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റഘട്ടമായി നടത്തുന്നതിനുള്ള ശുപാർശയ്ക്ക് റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. അതിന് പിറകെയാണ് പാർലമെന്റിലേക്ക് ഇപ്പോൾ ബില്ലുകൾ എത്തുന്നത്. തിങ്കളാഴ്ച ലോക്സഭയിൽ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ബില്ല് അവതരിപ്പിക്കും. അതിനുശേഷം അതിന്റെ തുടർ നടപടികൾ പാർലമെന്റിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നതിന് 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. സർക്കാർ അത് എത്രത്തോളം ആ ഒരു രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുമെന്ന് നോക്കിക്കാണണം. ഒപ്പം അതല്ലെങ്കിൽ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിശോധിക്കുന്നതിനായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് വിടും. പിന്നീട് ആ കമ്മിറ്റി വിശദമായ പരിശോധന വീണ്ടും നടത്തി ശുപാർശ സമർപ്പിച്ച ശേഷമായിരിക്കും അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാവുക. ഏതായാലും നിർണായകമായ ചുവടുവെപ്പാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന്മേൽ രാജ്യത്തെ നിയമനിർമ്മാണ സഭയിൽ നടക്കുന്നത്. നേരത്തെ പരിശോധിക്കുമ്പോഴും രാജ്യത്തെ സ്വതന്ത്രാനന്തര ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ 52 മുതൽ 1967 വരെ ഈ തെരഞ്ഞെടുപ്പുകൾ ഒറ്റഘട്ടമായി തന്നെയായിരുന്നു നടത്തിയിരുന്നത്. പിന്നീട് വിവിധ കാരണങ്ങളാൽ നിയമസഭകളുടെ കാലാവധി തീർക്കാതെ പരാജയപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ പുതിയ നിയമസഭകൾ രൂപീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഓരോ വർഷങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുണ്ടാകുന്ന വൻ സാമ്പത്തിക ചെലവ്, ഉദ്യോഗസ്ഥരുടെ ക്രമീകരണങ്ങൾ, അതിനുമപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമ്പോൾ വികസന സുപ്രധാന ചുവടുവയ്പ്പാണ്. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു ദിവസത്തിലോ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലോ സമന്വയിപ്പിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാന നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.